നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ല മഴയായില്ലേ. ഞാനിങ്ങനെ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേ ഭക്ഷണം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി ഉച്ചക്കിടയ്ക്ക് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു കുമ്പളങ്ങയുണ്ട്, കയ്പ്പയ്ക്കയുണ്ട്, കുമ്പളങ്ങയുണ്ട്, ഒരു കഷ്ണം എടുക്കാം, കയ്പ്പയ്ക്കയിൽ നിന്ന് ഒരു കഷ്ണം എടുക്കാം, പിന്നെ ക്യാരറ്റ് ഉണ്ട്, ക്യാരറ്റിൽ നിന്നൊരു കഷ്ണം എടുക്കാം, പിന്നെ മുരിങ്ങക്കായുണ്ട്, മുരിങ്ങക്കായിൽ നിന്നൊരു കഷ്ണം എടുക്കാം, പിന്നെ പയറുണ്ട്, കുറച്ച് പയറെടുക്കാം. എന്ന് വേണ്ട, നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇട്ടിട്ട് നമുക്കൊരു അവിയലുണ്ടാക്കാം. എത്ര കഷ്ണം ഉണ്ടോ അതൊക്കെ ഇടാം കേട്ടോ നമുക്ക്. പിന്നത്തെ അവിയലാണ് കേട്ടോ. അവിയലിന് നമുക്ക് നുറുക്കുക, അവിയലിന് നുറുക്കാന്ന് പറയില്ലേ, അവിയലിന് നീളത്തിൽ നുറുക്കുക കേട്ടോ. അതിങ്ങനെ ചെരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കറക്റ്റ് ആവണമെന്നൊന്നുമില്ല. പണ്ട് ഞങ്ങൾ സ്കൂളിലിരിക്കുമ്പോഴേ കുട്ടികൾ ക്ലാസ്സിൽ ബെഞ്ചിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുകയെ. അപ്പോൾ മാഷ് ചോദിക്കും, നീ എന്താ ഈ അവിയലിലേക്ക് കഷ്ണം നുറുക്കിയ പോലെ ഇരിക്കണേന്ന് ചോദിക്കും. കളിയൊക്കെ ഇട്ടിട്ടാണ്. അതായത് ഒന്നും ചെരിഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നർത്ഥം. വട്ടത്തിലല്ല, നീളത്തിലട്ടോ അരിയുക. കറക്റ്റ് നീളമാവണമെന്നൊന്നുമില്ല. അങ്ങനെ ഒരു മാഷ് ചോദിക്കാറുണ്ട്. ഞാൻ പണ്ടൊരു മാഷിൻ്റെ കാര്യം പറയാറില്ലേ, മാഷാണ് ഇങ്ങനെ ചോദിക്കുക. അപ്പം മാഷ് പറയും, നിങ്ങളെന്താ ഈ അവിയലിലേക്ക് കഷ്ണം നുറുക്കിയ പോലെ ഇരിക്കണേന്ന്. അച്ഛാ, ഇനിയിപ്പോൾ അവിയലിലിടാൻ പറ്റാത്ത ഒരു കഷ്ണവും ഇല്ലാത്ര, എല്ലാ കഷ്ണങ്ങളും അവിയലിലിടാം. അതെങ്ങനെ കഥയുണ്ട് അതിന്. അവിയൽ സ്പെഷ്യലൈസ് ചെയ്ത നാളൻ കേട്ടിട്ടില്ലേ? നാളൻ എന്ന് പറഞ്ഞാൽ ഒരു രാജാവാണ്. നളൻ്റെയും ദമയന്തിയുടെയും കഥ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പം നളനും ദമയന്തിയൊക്കെ ഇങ്ങനെ അവരെ കഷ്ടകാല സമയത്ത് അവർ പിരിഞ്ഞ് വേറെ വേറെ സ്ഥലങ്ങളിൽ താമസിക്കുന്നത്. അപ്പം നളന് ശാപം കിട്ടിയിട്ട് അവൻ കുറേ നാളിങ്ങനെ വേറൊരു രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒളിവിൽ കഴിയുകയാണ്. അങ്ങനെ ഒളിവിൽ കഴിയുന്ന സമയത്ത്, ഒളിവിൽ മീൻസ് അറിയാണ്ട് വേഷപ്രച്ഛന്നനായിട്ട് താമസിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം നളനാണെന്ന് വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹം അവിടുത്തെ ജോലി പാചകക്കാരനായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം നല്ല പാചകക്കാരനാണ്, എല്ലാം ഭംഗിയായിട്ട് ഉണ്ടാക്കണ ഒരു നല്ല പാചകക്കാരൻ. നമ്മൾ കേട്ടില്ലേ നാളപാകം എന്ന് കേട്ടിട്ടില്ലേ? ഞങ്ങൾ പണ്ട് ബാംഗ്ലൂർ പോകുമ്പോഴേ, ബാംഗ്ലൂർക്ക് ആദ്യം ഞങ്ങൾ പോകാറുണ്ടല്ലോ. ഗോപൻ അവിടെ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ ബാംഗ്ലൂർ പോകും, അവിടെ താമസിക്കുക. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ട്, നാളപാകം എന്ന് എഴുതിയിട്ട്. അപ്പോൾ ഈ നളഭാഗം എന്ന് വെച്ചാൽ അത് NALAPAK എന്നൊക്കെ എഴുതിക്കണത്. അപ്പോൾ ആൾക്കാരിത് വായിക്കുന്ന നല്ല അങ്ങനെയൊക്കെ വായിക്കും കേട്ടോ. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. എന്താ വെച്ചാൽ നളപാകം, നളൻ്റെ പാകം, നളനാണ് പാചകം ചെയ്യണത് എന്ന് വെച്ചാൽ അത്രയും നല്ല ടേസ്റ്റുള്ള ആഹാരങ്ങളാണ് അവിടെ എന്നാണ് ഇത് ഉദ്ദേശിക്കണത്. ആ പേര് അതുകൊണ്ട് ഇട്ടക്കണമെന്ന് തോന്നുന്നു എനിക്ക്. നളപാകം ബാംഗ്ലൂരത്തെ ഒരു ഹോട്ടലാണ്. അപ്പോൾ എന്തിനാ പറഞ്ഞത്, അപ്പോൾ എന്താണ് ഇങ്ങനെ നളൻ ഇങ്ങനെ ഉണ്ടാക്കിയത് എന്നുള്ളൊരു കഥയുണ്ട് അത്രേ. നളൻ ഇങ്ങനെ കുറേ കഷ്ണങ്ങൾ എടുത്തിട്ട് ഒരുപാട് കറികൾ ഉണ്ടാക്കി, സാമ്പാർ അങ്ങനെ കുറേ കറികൾ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ ബാക്കി വന്നു. ആ ബാക്കി വന്ന എല്ലാ കഷ്ണങ്ങളും എടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ നീളത്തിൽ കീറിയിട്ട്, കറക്റ്റ് ടൈമൊന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കീറിയിട്ട് അതുകൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കി. അതാണത്രേ ഈ അവിയൽ എന്നാണ് പറയുന്നത്. അപ്പോൾ നളൻ്റെ അവിയൽ ഫേമസ് ആണ്, നല്ല സ്വാദുള്ള അവിയലാണ്. അത്ര പണിയൊന്നുമില്ല, കിട്ടിയ ഏത് കഷ്ണം വേണമെങ്കിലും ഇടാം. പിന്നെ അതിലിത്തിരി മുളക് പൊടിയും വേണമെന്നില്ല, പച്ചമുളക് കീറിയിട്ടാൽ മതി. അതിൽ നാളികേരം കുറച്ച് അരച്ച് ചേർത്ത് സൂപ്പർ അവിയലുണ്ടാക്കാം. കഥയല്ല കേട്ടോ, അത് സംഭവിച്ച കാര്യം പറയണത്. കഥ ചരിത്രമാണല്ലോ. അപ്പോൾ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അല്ല ജയശ്രീയെ? ജയശ്രീക്കും കഥ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഥ പറഞ്ഞു. ഞാൻ പള്ളത്തേക്ക് പോകുമ്പോഴേ നമ്മളിപ്പോൾ പഠിപ്പിച്ച കഥകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഞാനിങ്ങനെ പറയും. എപ്പോഴാണ് പറയുന്നത്? വെറുതെ പറയല്ല, കഥ പറയാൻ വേണ്ടി കഥ പറയല്ല. ഞാനിപ്പോൾ ഈ കഥ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിയൽ ഉണ്ടാക്കണത് കൊണ്ടാണ് ഞാൻ ആ കഥ ഇങ്ങനെ ഓർമ്മ വന്നത് എനിക്ക്. അവിയൽ ആരാണ് അതിൻ്റെ വിജ്ഞാതാവ്? നളനാണ്. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നാൽ സാഹചര്യം അനുസരിച്ചാണല്ലോ കഥ പറയുക. പണ്ടത്ത് പോകുമ്പോഴും ചിലപ്പോൾ ഒരേ സാഹചര്യങ്ങൾ വരും. അങ്ങനെ സാഹചര്യങ്ങൾ വരുമ്പോൾ അതായത് കഥകൾ ഇങ്ങനെ ജയശ്രീക്കുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. പിന്നെ കുട്ടികളെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ കഥകൾ പലതരത്തിലുണ്ടല്ലോ. ഒരുപാട് കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈസോപ്പ് കഥകൾ അല്ലേ, പഞ്ചതന്ത്രം കഥകൾ,
ഹോജ കഥകൾ, അങ്ങനെ കുറേ കഥകളുണ്ട് അല്ലേ. ഈ പഞ്ചതന്ത്രം നമ്മുടെ ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള കഥയാണ്. എല്ലാം ഫേമസ് തന്നെയാണ്, പഞ്ചതന്ത്രവും ഫേമസ് തന്നെയാണ്. പഞ്ചതന്ത്രം പാട്ടില്ലേ, പഞ്ചതന്ത്രം കഥയിലേ പഞ്ചവർണ്ണ കുടിലിലേ, അങ്ങനെ പാട്ടുണ്ട് അല്ലേ. എനിക്ക് പാട്ടൊന്നറിയില്ല കേട്ടോ. അപ്പോൾ ആ പഞ്ചതന്ത്ര കഥകൾ ഇതുപോലെ തന്നെയാണ്. എങ്ങനെയാണ് പഞ്ചതന്ത്ര കഥകൾ ഉണ്ടായത് എന്ന് വെച്ചാൽ ഞാൻ പറയാം. പാടലീപുത്രം എന്ന് പേരുള്ള ഒരു രാജ്യമുണ്ട്. പണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് പല നാട്ടുരാജ്യങ്ങളായിട്ട് ആയിരുന്നല്ലോ. അങ്ങനെ പാടലീപുത്രം എന്ന് പേരുള്ള ഒരു രാജ്യം ഉണ്ടായിരുന്നു. വലിയ സാമ്രാജ്യമാണത്. ഇപ്പോൾ ആ സ്ഥലത്തിന് പാറ്റ്ന എന്നൊക്കെയാണ് പറയുക കേട്ടോ. പാടലീപുത്രത്തിൻ്റെ പുതിയ പേര് പാറ്റ്ന എന്നാണ്. പാടലീപുത്രത്തിൽ അന്നത്തെ രാജാവിൻ്റെ പേര് സുദർശനൻ എന്നായിരുന്നു. സുദർശനൻ നല്ല മിടുക്കനായിട്ട രാജാവ്. ശരിക്കും പറഞ്ഞാൽ നല്ല കഴിവുള്ള ഒരു രാജാവായിരുന്നു. പ്രജകൾക്കൊക്കെ നല്ല സന്തോഷം, അവിടെ നല്ല സൗഭാഗ്യങ്ങൾ കളിയാടിയിരുന്ന നല്ല നാടായിരുന്നു ആ രാജ്യം. അപ്പോൾ രാജാവും വളരെ പ്രശസ്തനായി. രാജാവ് നല്ല ഭക്തനൊക്കെയാണ്. വേണ്ടത്ര നല്ല നല്ല കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യിക്കണ ആളാണ്. അങ്ങനെ അദ്ദേഹത്തിന് 5-10 മക്കളുണ്ടായി. കുറേ പണ്ടത്തെ കാലത്ത് കുറേ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. മക്കളുണ്ടായി. മക്കളും നല്ല സുഖമായിട്ട്, രാജാവിൻ്റെ മക്കളല്ലേ, സുഖമായിട്ട് അങ്ങനെ വളരുകയാണ്. അപ്പോൾ രാജാവിൻ്റെ മക്കൾക്ക് പഠിക്കാൻ ഇഷ്ടമില്ല. അതാണൊരു ദോഷം. രാജാവ് നല്ല പഠിപ്പുള്ള ആളൊക്കെ തന്നെയാണ്, പക്ഷെ മക്കൾക്കാർക്കും പഠിക്കാൻ ഇഷ്ടമില്ല. അവർക്ക് സുഖമായിട്ട് ഇങ്ങനെ കളിച്ച് ഭക്ഷണം കഴിച്ച് കളിച്ച് രസിച്ച് ഇങ്ങനെ നടന്നാൽ മതി. പഠിക്കാനേ ഇഷ്ടമില്ല. അപ്പോൾ രാജാവ് തൻ്റെ മക്കളെ പഠിപ്പിക്കാനായിട്ട് ഓരോ ഗുരുക്കന്മാരെ കൊണ്ടുവന്നിട്ട്, പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ താമസിപ്പിക്കാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമൊക്കെ അവർ പഠിപ്പിച്ച് നോക്കും. അവർക്ക് ഒട്ടും താല്പര്യമില്ല. അവർ ഒരു രക്ഷയില്ല, പഠിക്കൂല. അങ്ങനത്തെ കുട്ടികളൊന്നും മനസ്സിലാക്കാതെ താല്പര്യമില്ല അവർക്ക്. രാജാവിന് വിഷമം, ഈശ്വര എൻ്റെ കാലത്തിന് ശേഷം ഈ രാജ്യം എന്തായി തീരും, എത്ര സമ്പത്തുണ്ടായാലും കാര്യമില്ല അല്ലേ. 2-3 കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഒന്ന്, ഇവരൊക്കെ വലുതായി യൗവന പ്രായത്തിലെത്തും. അപ്പോൾ ഈ യൗവനം എന്ന് പറഞ്ഞാൽ തന്നെ അഹങ്കാരത്തിൻ്റെ സമയമാണല്ലേ. കുട്ടികൾക്ക് അത്രയും ഉണ്ടാവില്ല. യൗവനമാകുമ്പോൾ നല്ല ശക്തി ഉണ്ടാവും, നല്ല സൗന്ദര്യം ഉണ്ടാവും. പോരാത്തിന് രാജാവിൻ്റെ അച്ഛൻ്റെ കാശ് ഇഷ്ടം പോലെയുണ്ട്. പിന്നെ വിവരവും ഇല്ല. അങ്ങനെ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? അപ്പോൾ യൗവനം ഉണ്ടാവുക, സമ്പത്തുണ്ടാവുക, വിദ്യാഭ്യാസം ഇല്ലാണ്ടിരിക്കുക. പിന്നെ ഈ യൗവനകാലം വരുമ്പോൾ ഈ കാമഭ്രാന്തും കാമം ഉണ്ടാവും അല്ലേ. പലതരത്തിലുള്ള കാമങ്ങളുണ്ടായിരിക്കും. ഇതെല്ലാം കൂടി വന്ന് ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ മതി അല്ലേ. നല്ല യൗവനപ്രായമായാൽ തന്നെ അഹങ്കാരം കൊണ്ട് നശിച്ചു പോകും, കുലം മുടിക്കും. അതുപോലെ അവർക്ക് കാമം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴും കുലം മുടിയും. വിദ്യാഭ്യാസം ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും വംശം മുടിയാണ്. അത് മാത്രം മതി. അധികം ഈ 4ഉം കൂടി ചേർന്നാൽ പിന്നെ പറയേണ്ട ഒരു കാര്യമില്ല. അതോടുകൂടി വംശം മുടിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ ഈ വംശം മാത്രമല്ല രാജ്യത്തിനും ദോഷമാണ് എന്നൊക്കെ വെച്ചിട്ട് രാജാവിന് ആകെ വിഷമമാവും കേട്ടോ. രാജാവ് ഒരുപാട് പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് പഠിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആരും തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകും. രാജാവേ, ഞങ്ങളെക്കൊണ്ട് പറ്റില്ല, നിങ്ങളുടെ ഈ മക്കൾ ഒന്നും അനുസരണയില്ല, അവർക്ക് പഠിക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞവരൊക്കെ തിരിച്ചു പോകും. അങ്ങനെ ലാസ്റ്റ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വരും. അയാളുടെ പേര് സോമശർമ്മ ഒരു പണ്ഡിതനാണ്. അയാൾ ഇതുപോലെ തന്നെ വന്നിട്ട് പറയും, ഞാൻ പഠിപ്പിക്കാം രാജാവേ, അങ്ങയുടെ മക്കളെ ഞാൻ പഠിപ്പിക്കാം. ഏകദേശം ഒരു 6 മാസം കൊണ്ട് ഞാൻ അങ്ങയുടെ മക്കളെ എല്ലാ വിദ്യകളും പഠിപ്പിക്കാം. എന്നുവെച്ചാൽ ഒരു രാജാവിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, രാജ്യം ഭരിക്കാനായിട്ട് വേണ്ടത്ര അറിവ് പലതരത്തിലുണ്ടാവുക. ആ അറിവുകൾ വെച്ച് ഞാൻ അറിവുകളെല്ലാം ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഉറപ്പായിട്ടും 6 മാസത്തിനുള്ള രാജാവിൻ്റെ മക്കൾക്ക് ഇതെല്ലാം അറിഞ്ഞിരിക്കും എന്ന് പറഞ്ഞിട്ട് വന്നു. രാജാവിന് സന്തോഷമായി. രാജാവ് എന്നിട്ട് പറയൂ, ശരിയിട്ട് വരൂ, എൻ്റെ മക്കളെ പഠിപ്പിക്കൂ, അങ്ങേക്ക് സ്വാഗതം, ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. പഠിപ്പിച്ചിട്ടില്ല, അപ്പോഴത്തന്നെ രാജാവ് നന്ദി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വന്ന് ഈ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. കൊട്ടാരത്തിൽ താമസിച്ച് അങ്ങനെ പഠിപ്പിക്കുകയാണ്.
പഠിപ്പിക്കാന്ന് വെച്ചാൽ ഈ ഗുരു സോമശർമാവ് കുട്ടികളെ പഠിപ്പിക്കുന്നതൊക്കെ കഥയിലൂടെയാണ്, കഥകൾ പറഞ്ഞു കൊടുത്തിട്ടാ. അപ്പോൾ ഓരോ കഥ പറയുമ്പോഴും അതിനുള്ളിൽ ഒരു തത്വം ഉണ്ടായിരിക്കും, ആശയം ഉണ്ടായിരിക്കും. ആ ആശയം അവരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാണ്. അത് അവർക്ക് എപ്പോഴും ഉപകരിക്കും. കുട്ടികൾക്ക് മാത്രമല്ല, നമ്മളത് കേട്ടാൽ നമുക്കും അത് ഉപകരിക്കും. ഞാൻ പറഞ്ഞല്ലോ, പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ആപത്തിൽ വീഴാതിരിക്കാനായിട്ട് ഈ കഥകളൊക്കെ നമ്മളെ സഹായിക്കാറുണ്ട്. എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു രാജാവ് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, കുറേ തന്ത്രങ്ങളുണ്ട്. രാജാവ്, ഒരു ഭരണാധികാരി അറിഞ്ഞിരിക്കേണ്ട പല തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങളാണ് ഈ കഥകളുടെ ആസ്പദം. ശരിക്കും ഓരോ കഥയിലും ആ തന്ത്രങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാട്ടോ, അത് ഏതൊക്കെയാണ് തന്ത്രങ്ങൾ നമുക്ക് ഞാൻ പറയാം. ഒന്നാമത്തെ തന്ത്രം മിത്രഭേദം എന്നാണ്. മിത്രഭേദം, മിത്രം സുഹൃത്ത്, സുഹൃത്തുക്കളുടെ ഭേദം വ്യത്യാസം. നമ്മൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും, അവരിൽ പലതരത്തിലുള്ള സ്വഭാവമുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയുള്ള ആളാണ് നമുക്ക് സ്വീകാര്യനായിട്ടുള്ളത്, അത് ആണ് മിത്രഭേദം എന്ന ഒരു. രാജാവായാലും സുഹൃത്ത് ഉണ്ടാവുമല്ലോ, സുഹൃത് രാജ്യങ്ങളുണ്ടാവും, സുഹൃത് രാജാക്കന്മാരുണ്ടാവും. അങ്ങനെ മറ്റുള്ളവർ എങ്ങനത്തെ ആൾക്കാരായിട്ട് സുഹൃത്ത് ബന്ധം സ്ഥാപിക്കണം എന്നൊക്കെയാണ് അതിൻ്റെ ആശയം വരുന്നത്. അത് കഥകളിലൂടെ പറഞ്ഞു കൊടുക്കുന്ന ഒരു തന്ത്രമാണ് മിത്രഭേദം. മറ്റൊന്ന് മിത്രലാഭം. മിത്രഭേദമുണ്ട്, മിത്രലാഭം. മിത്രങ്ങളെ ലഭിക്കുന്നത് എങ്ങനെ, നല്ല മിത്രങ്ങളെ ലഭിക്കുന്നത് എങ്ങനെ, അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഒരു തന്ത്രമുണ്ട്. അതാണ് മിത്രലാഭം എന്നത് രണ്ടാമത്തെ തന്ത്രം. സുഹൃലാഭം എന്നും പറയും, സുഹൃത്തുക്കളെ ലഭിക്കുന്നത് എന്നർത്ഥം. മൂന്നാമത്തെ തന്ത്രം സന്ധി വിഗ്രഹം. വിഗ്രഹം എന്ന് വെച്ചാൽ യുദ്ധം എന്നൊക്കെ അർത്ഥമുണ്ട്. വിഗ്രഹം യുദ്ധം. സന്ധി എന്ന് വെച്ചാൽ സന്ധി ചെയ്യുക, കരാർ. നമ്മളിങ്ങനെ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ സന്ധി ചെയ്യില്ലേ, നമ്മൾ യുദ്ധം വരികയാണോ, അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ പല സാമ്പത്തികമായ കാര്യങ്ങളിലായാലും പലതരത്തിലുള്ള കാര്യങ്ങളിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, രണ്ട് രാജാക്കന്മാർ തമ്മിൽ സന്ധി ചെയ്യാറുണ്ട്. സമാധാനപൂർണമായ, രണ്ടു കൂട്ടർക്കും സമാധാനപൂർണമായ ജീവിതത്തിന് വേണ്ടി സന്ധി ചെയ്യാം. അപ്പോൾ സന്ധി വിഗ്രഹം, സന്ധി ചെയ്യാം, വിഗ്രഹമാവാം. വിഗ്രഹം എന്ന് വെച്ചാൽ യുദ്ധം എന്നർത്ഥം. അപ്പം മൂന്നാമത്തെ തന്ത്രമാണ് സന്ധി വിഗ്രഹം. ഇനി നാലാമത്തെ തന്ത്രം ലബ്ധനാശം. ലബ്ധനാശം എന്നാണ് അതിൻ്റെ പറയുക. ലഭിച്ചത് നഷ്ടപ്പെടുക. ലഭിച്ചു പക്ഷെ നഷ്ടമായി. എന്തുകൊണ്ട് നഷ്ടമായി, അതിൻ്റെ കഥയിലൂടെ നമുക്ക് മനസ്സിലാവും കേട്ടോ. ലബ്ധനാശം, ലഭിച്ചത് കൈ കിട്ടിയിട്ട് നഷ്ടപ്പെട്ടു പോവുക, അതാണ് ലബ്ധനാശം എന്ന് പറയുന്നത്. നാലാമത്തെ തന്ത്രം. അഞ്ചാമത്തെ തന്ത്രമാണ് അസംപ്രേക്ഷ്യകാരിത്വം. അസംപ്രേക്ഷ്യകാരിത്വം എന്നാണ് പറയുക. സംപ്രേക്ഷ്യ നന്നായി നോക്കിയിട്ട് നർത്ഥം. സംപ്രേക്ഷ്യ നന്നായി, പ്രേക്ഷ്യ നോക്കിയിട്ട് നർത്ഥം. സംപ്രേക്ഷ്യ നന്നായിട്ട് നോക്കിയിട്ട്, കാരിത്വം ചെയ്യുക, കരോതി ചെയ്യുക എന്നർത്ഥം. സംപ്രേക്ഷ്യ നന്നായി നോക്കി മനസ്സിലാക്കിയിട്ട് കർമ്മങ്ങൾ ചെയ്യുക, ജോലി ചെയ്യുക. ഇതിൻ്റെ വിപരീതത്തിന് അസംപ്രേക്ഷ്യ കാര്യത്വം എന്ന് വെച്ചാൽ നന്നായി നോക്കാണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് വെച്ചാൽ ആലോചന കൂടാതെയുള്ള പ്രവൃത്തി. അതും ഒരു ആൾക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്, ചിന്തിക്കാതെയുള്ള പ്രവൃത്തി. അപ്പോൾ അതാണ് അഞ്ചാമത്തെ തന്ത്രം. ഇതൊക്കെ ഈ 5 തന്ത്രങ്ങൾ പഠിച്ചാൽ ഒരു രാജാവിന് വേണ്ട കാര്യങ്ങളൊക്കെ അറിയാം. മനസ്സിലായോ? ഏതൊക്കെയാണ് പറഞ്ഞത്? മിത്രഭേദം, മിത്രലാഭം, സന്ധി വിഗ്രഹം. മിത്രഭേദം, മിത്രലാഭം, സന്ധി വിഗ്രഹം, പിന്നെ ലബ്ധനാശം, അസംപ്രേക്ഷ്യകാരിത്വം എന്ന് വെച്ചാൽ ചിന്തിക്കാതെയുള്ള പ്രവൃത്തി. ഈ 5 തന്ത്രങ്ങൾ ഒരു രാജാവിന് അറിഞ്ഞിരിക്കണം, നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതനുസരിച്ചിട്ടാണ് രാജ്യം ഭരിക്കേണ്ടത്. അപ്പോൾ അതിനൊക്കെ കഥകൾ പറഞ്ഞു കൊടുക്കണം. കഥകളിലൂടെ ഇനി ഓരോ തന്ത്രങ്ങൾക്കും അദ്ദേഹം, നമ്മുടെ സോമശർമ്മ ഓരോ തന്ത്രങ്ങളും മനസ്സിലാക്കി കൊടുക്കാൻ, കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്
പലതരത്തിലുള്ള കഥകളാണ് പറയുന്നത്. ആ കഥകളിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഇതാണ് പഞ്ചതന്ത്രത്തിൻ്റെ ഉത്ഭവം. എഴുതിയ ആളുടെ പേര് വിഷ്ണു ശർമ്മ എന്നാണ്. വിഷ്ണു ശർമ്മ ആണ് ഈ കഥ എഴുതിയത്. വിഷ്ണു ശർമ്മയുടെ കഥയിലെ രാജാവിൻ്റെ പേര് സുദർശനൻ എന്നാണ്, പാടലീപുത്രത്തിൽ. അദ്ദേഹത്തിൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഗുരുവിൻ്റെ പേര് സോമശർമ്മ എന്നാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് മനസ്സിലായി. രണ്ട് കഥ ഇന്ന് പഠിച്ചു അല്ലേ. ഒന്ന് നമ്മുടെ അവിയലുണ്ടാക്കുന്ന നാളനെ പറ്റിയിട്ട് പഠിച്ചപ്പോൾ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അവിയലിൻ്റെ ഉത്ഭവം എന്ന് പഠിച്ചില്ലേ. അതുകൂടാതെ നമ്മളിപ്പോൾ പഞ്ചതന്ത്രത്തെക്കുറിച്ച് പഠിച്ചു. പഞ്ചതന്ത്രം എഴുതിയത് ആരാണ്? പഞ്ചതന്ത്ര കഥകൾ എഴുതിയത് വിഷ്ണു. നമുക്കിനി ഓരോ ദിവസം ഓരോ കഥയായിട്ട് നോക്കാട്ടോ. കുഞ്ഞു കുഞ്ഞു കഥകളാണ്, കുട്ടികൾക്കൊക്കെ വേഗം മനസ്സിലാവുന്ന കഥകളാണ്. വലിയവർക്ക് പിന്നെ മനസ്സിലാവേണ്ട കാര്യം പറയണ്ടല്ലോ. പക്ഷെ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആശയം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇതിലത്തെ കുറച്ച് കഥകളൊക്കെ ഞാൻ ജയശ്രീക്ക് പറഞ്ഞു കൊടുത്തു. ഞാൻ പണ്ട് സ്കൂളിൽ പഠിപ്പിച്ച കുറച്ച് കഥകളുണ്ട്. അത് ഞാൻ എൻ്റെ കൂടെ ആര് വരുന്നോ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും കേട്ടോ. ഓക്കെ. പിന്നെ ഈ കഥകളൊക്കെ നിങ്ങളുടെ കുട്ടികൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും അല്ലെങ്കിൽ കൂട്ടുകാരുടെ മക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ നല്ലതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.